നമസ്കാരം. കമ്മീഷനിങ്ങിന് ഒരുങ്ങിയ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പിണറായി വിജയൻ സന്ദർശിച്ചു. അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം അത് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പക്ഷെ മുഖ്യമന്ത്രിയോടൊപ്പം ഭാര്യ കമലയും മകൾ വീണയും ചെറുമകൻ ഇഷാനും ഉണ്ടായിരുന്നു. മലയാള മനോരമയുടെ തലക്കെട്ട് തന്നെ വിഴിഞ്ഞം ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി കുടുംബസമേതം എത്തിയെന്നായിരുന്നു. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ തോന്നുന്നത് വീട് പണിയുന്നിടത്ത് വീട്ടുകാരൻ കുടുംബസമേതം എത്തുന്നത് പോലെയാണ്. ചുമ്മാതങ്ങ് ചെല്ലുക മാത്രമല്ല, കപ്പലുകളെ ബർത്തിലേക്ക് വലിച്ചെത്തിക്കുന്ന ടഗ് ബോട്ടിൽ കടൽ യാത്രയും നടത്തി. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്, പിണറായി വിജയനോടൊപ്പം ഭാര്യ കമല കൂടി പോയത് സഹിക്കാം. പക്ഷേ മാസപ്പടി കേസിൽ SFIO പ്രതിയാക്കിയ മകൾ വീണയും ചെറുമകനും കൂടി പോയത് എന്തിനാണ്? സ്വന്തം ചെലവിലൊന്നുമല്ലല്ലോ. കടം കയറി കളസം കയറി നിൽക്കുന്ന കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്താണ് വാഹനത്തിൽ ഇന്ധനമടിക്കുന്നത്. അപ്പോൾ ഒരു രസം, മാനസികോല്ലാസം. ഇവിടെ മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. EMS-ഉം അച്യുതമേനോനും PKVയും EK നായനാരും BS-ഉം അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് കേരളം. അവരൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളല്ല, ഇപ്പോഴും ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അണികളാണ്. പിണറായി വിജയന് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഓർക്കുന്നുണ്ടോ? ആ ഉമ്മൻചാണ്ടി ചില വേദികളിൽ അദ്ദേഹത്തിന്റെ ചെറുമകൻ എഫിനോവയെ കൂടെ കൂട്ടിയപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളും അടിമക്കണ്ണുകളായ അന്തം കമ്മികളുമൊക്കെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വിദേശ യാത്രകളിൽ പോലും ചെറുമകനെയും മകളെയും കൂട്ടിപ്പോകുന്ന പിണറായി വിജയനെ വിമർശിക്കാൻ ഇവരുടെയൊക്കെ നാവിറങ്ങിപ്പോയോ? പല വിദേശ യാത്രകളും മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം മകളും ചെറുമകനും ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ചെലവ് എവിടെ നിന്നാണ്? സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കിയാണോ പോയത്? കേരളത്തെ ഇത്രയധികം കടക്കണിയിലാക്കി, എന്നിട്ടും ഉളുപ്പില്ലാതെ പറയുകയാണ് കേരളം കടക്കണിയിലാണെന്ന് പറയുന്നവർ വികസന വിരോധികളാണെന്ന്. എത്രയെന്ന് വെച്ചാണ് സഹിക്കുന്നത്? എത്രയെന്ന് വെച്ചാണ് മിണ്ടാതിരിക്കുന്നത്? ലോകബാങ്കിനെ പോലും പറ്റിച്ചു. ലോകബാങ്ക് നൽകിയ പണം വകമാറ്റി ചെലവഴിച്ചു. SFIOയ്ക്ക് വീണ നൽകിയ മൊഴി പുറത്തു വന്നിട്ടും ഉളുപ്പില്ലാതെ അത് നിഷേധിക്കുകയാണ്. SFIO ഉദ്യോഗസ്ഥർ കള്ളം പറയുകയാണെന്നാണ് വീണയും മുഹമ്മദ് റിയാസും പറയുന്നത്. VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ആശ ഒരൊറ്റ ദിവസം പോലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിച്ചിട്ടില്ലത്രേ. EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മകൻ വിനോദ് അച്ഛനോടൊപ്പം തിരുവനന്തപുരത്തേക്ക് വരിക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം താമസിച്ചിരുന്ന എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിലെത്തിയതും നായനാർ മകനോട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ദേഷ്യപ്പെട്ടതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നിട്ട് കൂടി നായനാർ മകനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിയില്ല. അതും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ചിന്തിക്കേണ്ടത് അണികളാണ്. ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ധൈര്യം, തൻ്റെ നേരെ ഒരുത്തൻ്റെയും നിഴൽ പോലും വീഴില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസം, എല്ലാവരും തൻ്റെ മുന്നിൽ മുട്ടിടിച്ചേ നിൽക്കൂ എന്നുള്ള അഹങ്കാരം, ധാർഷ്ട്യം, അതൊക്കെയാണ് പിണറായി വിജയനെ ഇങ്ങനെയാക്കിയത്. ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്, ഞാനിനിയും ചെയ്യും, നിനക്കൊക്കെ ചെയ്യാനുള്ളത് ചെയ്യുന്നു. ഒരു തരത്തിൽ പിണറായി ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും ഗതി പിടിച്ചിട്ടില്ല. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. വെസ്റ്റ് ജർമ്മനിയും റുമാനിയയും ഫിൻലാൻഡും, എന്തിന് നമ്മുടെ ത്രിപുരയും പശ്ചിമ ബംഗാളും വരെ നശിച്ച ഈ പ്രസ്ഥാനത്തെ ചവിട്ടി പുറത്താക്കി. പിണറായി മൂന്നാമതും അധികാരത്തിൽ വരണമെന്നാണ് വ്യക്തിപരമായി എൻ്റെ ആഗ്രഹം. കാരണം എന്നാൽ പിന്നെ കഷ്ടിച്ച് ഒരു 5 കൊല്ലം കൂടി സഹിച്ചാൽ മതിയല്ലോ. അതിനകം കമ്മ്യൂണിസത്തെയും കള്ളക്കമ്മികളെയും കേരളത്തിലെ ജനങ്ങൾ തന്നെ ചവിട്ടി പുറത്താക്കും. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നാണല്ലോ ചൊല്ല്.